ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ശൂരനാട് ചക്കവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് സമീറിനെ കാണാനാണ്. സമീറിന് സംസാരിക്കാനും കേൾക്കാനും ബുദ്ധിമുട്ടാണ്. സമീറിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. നമുക്കിന്ന് അവരുടെ വീടും ചുറ്റുവെള്ളം കാണാം, അവരെ പരിചയപ്പെടാം. ഈ കാണുന്നതാണ് കേട്ടോ സമീറിൻ്റെ വീട്. ഇതാണ് വീട്. അപ്പോൾ ഇതാണ് കേട്ടോ സമീറിന് സംസാരിക്കാനും കേൾക്കാനും പറ്റത്തില്ല. ഇത് ഉമ്മയാണ്. ഉമ്മ, എന്തൊക്കെ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല വിശേഷം. സുഖമല്ലേ? സുഖമാണ്. അതെ. അപ്പോൾ സമീറിന് പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം കേട്ടോ. സമീറിന് ഇപ്പോൾ കറക്റ്റ് എത്ര വയസ്സായി? 36 അല്ലേ? ആ. പിന്നെ വീട്ടിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ, പുറത്തു പോയൊന്നും ഭക്ഷണം കഴിക്കത്തില്ല. അതുകൊണ്ടൊക്കെ ആള് ഇത്തിരി സഹോദരി അതുകൊണ്ടൊക്കെ തന്നെയല്ലേ. അതെ, അതായത് പിന്നെ അനാവശ്യമായിട്ട് പൈസ അങ്ങനെ ചെലവഴിക്കൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞത് വെച്ചാല് പുറത്തുനിന്നൊന്നും ഒരു വെള്ളം കുടിക്കൂല എന്നുള്ളതല്ല, അനാവശ്യമായിട്ടൊന്നും കഴിക്കൂല എന്നുള്ളതാണ് അല്ലേ? അനാവശ്യമായിട്ട് കളയത്തില്ല, മറ്റു ദുർശീലങ്ങളൊന്നും ഇല്ല. അതെ, ശാന്തന, എല്ലാവരോടും നല്ല രീതിയിലാണ് ഇടപഴകുന്നത്. അതെ, അത് ശരി. എത്ര വരെയാ പഠിച്ചത്? മോന് സാധാ സ്കൂളിലാണ് പോയത്. അപ്പൊ അവിടെ ഒത്തുപോകാൻ പറ്റുന്നില്ല, പ്രത്യേക സ്കൂളിൽ വിടാൻ അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെ ഉപ്പായ്ക്ക് പുറത്തു പോയി എങ്ങോട്ടേലും ഇറങ്ങി പോകുന്നൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. അപ്പൊ തീരെ പഠിക്കാൻ പോയിട്ടില്ല. 5ാം ക്ലാസ് 6ാം ക്ലാസ് എഴുതാനും എഴുതാനും പോകും. നല്ല ഒപ്പൊക്കെ ഉദ്യോഗസ്ഥന്മാരെന്ന പോലെ ഒപ്പൊക്കെ ഇടുന്ന്. അത് ശരി. അപ്പൊ പിന്നെ ഈ ബസിന്റെ ബോർഡ് വായിക്കാനും കുഴപ്പമൊന്നുമില്ല, പ്രത്യേകിച്ച് അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്ത് ജോലിയാ ചെയ്യുന്നേ? മോൻ തയ്ക്കുന്നു, മെത്ത കമ്പനിയിൽ തയ്ക്കുന്നു. മെഷീനിക്കകത്ത, വേറെ കാലുകൊണ്ടൊന്നും ചവിട്ടിയല്ല, വേറെ മെഷീനിക്കകത്ത. അപ്പൊ അതൊക്കെ അറിയാലേ? കട്ടിംഗ് ഒക്കെ അറിയാം. അത് ശരി. അപ്പൊ മെത്ത കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ടൈലറിങ് പരിപാടിയാണ് ഇത്. അടിക്കലും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പിന്നെ യാതൊരു ദുശീലവും കാര്യമൊന്നും ഇല്ല എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അനാവശ്യമായിട്ട് പുറത്ത് ഫുഡ് അങ്ങനെയൊന്നും പോകത്തില്ല. അതെ. അപ്പോൾ കറക്റ്റ് സമയത്ത് വീട്ടിൽ വരും. അപ്പോൾ ഒരു ഒതുങ്ങിയ ഒരു നമ്മള് കുടുംബം, ഫാമിലി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ കല്യാണം കഴിച്ചാല് പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കണം കേട്ടോ. പരിപാടി നടക്കൂല, പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കണം. ഇല്ലേ ഓളായിരുന്നല്ല ചവിട്ട് കിട്ടും. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആളെയാണോ അല്ലെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള സെയിം ആയിട്ടുള്ള ആളെയാണോ വേണ്ടിയ? സംസാരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലത്. നല്ലെങ്കിൽ അതിന് യോജിച്ച് എന്താണെന്ന് വെച്ചാൽ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല, രണ്ടാണെങ്കിലും നമ്മൾ ഓക്കെ ആണ്. അപ്പോ ഇവനിക്ക് ഈ ചുണ്ടിന്റെ മൂവ്മെന്റ് നോക്കിയിട്ട് മനസ്സിലാവുക, ലിപ് റീഡിങ് അറിയാം? നമുക്ക് അത് മുഖത്ത് നോക്കുമ്പോ കാര്യം പറയുമ്പോ മനസ്സിലാവും. അതെ. അപ്പോൾ പിന്നെ ഇപ്പൊ സംസാരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, അങ്ങനെ ഒരു കുട്ടി വരുമ്പോ അതിന് തയ്യാറാണെങ്കിൽ നമുക്ക് എഴുതിയിട്ടൊക്കെ ഓർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. പിന്നെ ഇവന് ശരിക്കുള്ള സൈൻ ലാംഗ്വേജ് അറിയോ? അതായത് ആംഗ്യ ഭാഷ സ്കൂളിൽ നിന്ന് പറയുന്നത് അതറിയോ, അല്ലെ നമ്മളെ വീട്ടിൽ നിന്നുള്ള ഒരു ആംഗ്യ ഭാഷയാണോ? അധികം ആംഗ്യ ഭാഷകൾ സംസാരിക്കാറ് അതെല്ലാം എനിക്കറിയാം. കൈകൊണ്ട് കാണിച്ചിട്ടാണല്ലേ? അതെ. അപ്പോ നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മളൊരു മെയിൻ സൈൻ ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ രീതിയിലായിരിക്കൂല എവിടെയാ പോകുന്ന എന്താന്നുള്ള നമ്മളെ സാധാ ഉള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ, സാധാ ഉള്ള ഒരു ആംഗ്യ ഭാഷ ഉണ്ടല്ലോ, ആ രീതിയിലാണോ അവനായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ? പിന്നെ ലിപ് റീഡിങ്ങും അറിയാന്നുള്ളതാണ്. പിന്നെ എഴുതിയിട്ടൊക്കെ നിങ്ങള് പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ലേ? ഫോണൊക്കെ യൂസ് ചെയ്യാറുണ്ട്, വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കും. അതെ. അതുപോലെ വണ്ടി ഓടിക്കലുണ്ടോ? വണ്ടി ഓടിക്കത്തില്ല, ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. വണ്ടി കേൾവി കുറവായതുകൊണ്ട് ഈ വളവൊക്കെ വരുമ്പോഴ് ബുദ്ധിമുട്ടുണ്ട്, പേടി. അത് ഓടിക്കും. ഞങ്ങൾക്ക് പേടി കൊണ്ടാ വണ്ടി എടുക്കാത്തത്. ദൂരമൊന്നും പ്രശ്നമില്ലല്ലോ? ഇല്ല. അപ്പൊ ദൂരമൊന്നും പ്രശ്നമില്ല, നമുക്ക് കേരളത്തിലുള്ള എവിടെയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ കൊല്ലത്താണ് ഇവരുടെ വീട് എന്നുള്ള അറിയാലോ. ഇതിപ്പോ കൊല്ലം ശൂരനാടാണ് അല്ലേ? ശൂരനാടിന്റെ അടുത്താണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ്റുന്ന മനസ്സുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ദൂരം പ്രശ്നമില്ല. അപ്പോൾ ട്രാവലിംഗ് ആയാലും ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ അത്രയും ദൂരം ട്രാവലിംഗ് ഒക്കെ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഒരു പ്രതിവിധികളൊക്കെ നമുക്ക് കാണാം. മനസ്സിന്റെ ഐക്യമാണ് ഏറ്റവും വലുത്. ദൂരവും ഇതും ഇപ്പൊ അമേരിക്കയിൽ നിന്നൊക്കെ ആൾക്കാരെ കല്യാണം വെച്ച് ഇങ്ങോട്ട് കാലഘട്ടം ഇത്. അപ്പോൾ നമ്മളെ മനസ്സിന്റെ ഐക്യമാണ്, ബാക്കി ഒന്നും അവിടെ പ്രസക്തി ഇല്ല. പിന്നെ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള രണ്ടാലോചന നമുക്ക് സ്വീകരിക്കാം കേട്ടോ, ഒന്നും പ്രശ്നമില്ല. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന പറ്റുമോ? ഒരു 36 ആയത് 33 വരെയൊക്കെ മാക്സിമം നോക്കിക്കൂടെ അല്ലേ? ആ ഒരു വയസ്സിന്റെ ഇടയിൽ ചിലപ്പോ ആദ്യ വിവാഹം വന്നേക്കാം, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആയതും ഭാര്യ മരിച്ചോ നടക്കുവോ?
പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇപ്പൊ 20-22 ആണല്ലോ. അപ്പൊ ഒരു പെട്ടെന്നുള്ള ഡിവോഴ്സ് ഒക്കെ നോക്കിക്കൂടെ? പെട്ടെന്നൊക്കെ ഉള്ള കുഴപ്പമില്ല. അതെ. അപ്പോ ചെറിയ ചില ബുദ്ധിമുട്ടുള്ള ആലോചനകളൊക്കെ നമുക്ക് പറ്റൂലേ? അതെ, ചെറിയ ചില ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ആലോചനകളൊക്കെ നമുക്ക് പറ്റും. പിന്നെ ഡിവോഴ്സ്, ഇപ്പോൾ ഡിവോഴ്സ് ആയ ആലോചനകൾ നമുക്ക് നോക്കാം. പെട്ടെന്ന് ഡിവോഴ്സ് ആയതൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ? അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം 33 വയസ്സ് വരെ നമുക്ക് നോക്കാന്ന് പറയുമ്പോൾ പെൺകുട്ടികൾ വിവാഹം ചിലതൊരു 25 വരെയൊക്കെ വേഗം കെട്ടിപ്പോകുന്നുണ്ടാവും. ചിലതെന്തേ കാരണം കൊണ്ട് വിവാഹം വൈകിയവരുണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് വൈകിയവരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പിന്നെ മൈനോട്ട് വിഷയം നമുക്ക് പ്രശ്നമില്ല. അതിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളായാലും പറ്റും, സംസാരിക്കുന്നയാലും പറ്റും. പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചന കൊണ്ടുപോകാം. ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ. അപ്പോൾ അവരിലേക്ക് ഇത് എത്തിച്ചാൽ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ കേട്ടോ. പിന്നെ ഇവർ 2 മക്കളാണ് അല്ലേ? ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. ഏട്ടത്തിയല്ലേ? മൂത്ത പെൺകുട്ടിയല്ലേ? മൂത്ത അല്ലേ? അപ്പോൾ ഇളയ പെൺകുട്ടീൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ പുള്ളി തന്നെയാണ് ഈ വീട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരുടെ വീട് കാര്യമൊക്കെ തന്നെയാണ്. ഉപ്പ എന്താ ചെയ്യുന്നത്? ഉപ്പ കച്ചവടം, എല്ലാ ബിസിനസ്സും ചെയ്യും. എന്ത് കച്ചവട? ഈ മലഞ്ചരക്ക് അങ്ങനെയുള്ള കുരുമുളക്, ഏലം, ജാതി എടുക്കും. അത് ശരി, അതിന്റെ പരിപാടിയാണ് ഉപ്പ. പിന്നെ ഒരു ഫാമിലി അങ്ങനെയാണ്. പിന്നെ അളിയനും ആളും ഒക്കെയാണ്. അളിയനാണ് വിളിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ കേട്ടോ. ഇപ്പൊ കൂടുതലായിട്ട് വേറൊന്നും പറയാനില്ലല്ലോ. പിന്നെ എല്ലാവരും നല്ലപോലെ അന്വേഷിച്ചിട്ട് വിവാഹത്തിന് മുമ്പോട്ട് വരിക. വിവാഹ ശേഷമുള്ള ഒരു കാര്യത്തിന് ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അതെ അതെ, അല്ലാതെ എടുത്ത് പറയുന്നതാണ്. പിന്നെ കോളുകൾ അനാവശ്യമായിട്ട് പലതും വരും. ഇപ്പൊ ആൺകുട്ടീൻ്റെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചില ബ്രോക്കർമാർ വിളിക്കാൻ സാധ്യതയുണ്ട്. എല്ലാവരും പറ്റിപ്പിടിയും ഒക്കെ വിളിക്കുക. ഒക്കെ ശ്രദ്ധിക്കണം. പെൺകുട്ടികൾ ആലോചനകൾ എഴുതി വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് അന്വേഷിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് ആയിക്കോട്ടെ. അതെല്ലാം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, തീർച്ചയായും. അതെ. അപ്പോൾ പിന്നെ ഇവര് പറഞ്ഞു 36 വയസ്സായെങ്കിലും ആള് 36 ഇല്ല. ആള് മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാ ഞാനും ഓനും നിന്നാല് ഞാനും എൻ്റെ അനിയനാന്നേ തോന്നുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കട്ടെ കേട്ടോ. ഓക്കെ.